ഇനിയിപ്പോൾ ഓണക്കാലമാണല്ലോ. ഓണക്കാലമാകുമ്പോൾ ഒരുപാട് മലയാളികൾ കേരളത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു സമയമാണ്. വിമാനത്തിൽ എത്രത്തോളം മദ്യം കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ആദ്യം യാത്ര ചെയ്യുന്നവർക്ക് മാത്രമല്ല, സ്ഥിരം യാത്ര ചെയ്യുന്നവർക്കും പലപ്പോഴുമുള്ള ഒരു സംശയമാണ്. അപ്പോൾ അതിനുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഈ ഓണത്തിനൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചും ആളുകളൊക്കെ മദ്യം കാര്യമായി വിമാനത്തിൽ കൊണ്ടുവരുന്ന, നാട്ടിലുള്ള കൂട്ടുകാർക്കൊക്കെ നൽകാനായി മദ്യം കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ അതിന് പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 5 ലിറ്റർ മദ്യം വരെയാണ് ഒരു യാത്രക്കാരന് ആഭ്യന്തര വിമാനങ്ങളിൽ കൊണ്ടുപോകാൻ സാധിക്കുക. നിർദ്ദേശിക്കപ്പെട്ട രീതിയിലുള്ള ആൽക്കഹോൾ കണ്ടന്റ് ആയിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒപ്പം നിയമപരമായ പാക്കേജിംഗ് സംവിധാനം പാലിക്കുകയും വേണം. അത് മാത്രമല്ല, ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ അബ്കാരി ആക്ട് ഉണ്ട്. നമുക്കറിയാം, സ്റ്റേറ്റ് സബ്ജക്റ്റാണ് അബ്കാരി ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവരവരുടെ ഇറങ്ങുന്ന സംസ്ഥാനങ്ങളുടെ അബ്കാരി ആക്റ്റുമായി ബന്ധപ്പെട്ടും വിമാനത്തിൽ മദ്യം കൊണ്ടുപോകുന്ന കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒരാൾക്ക് നിയമപരമായി ഒരു കൈവശം വെക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് കേവലം 3 ലിറ്റർ മാത്രമാണ്. 5 ലിറ്റർ മദ്യം വിമാന കമ്പനികൾ അനുവദിക്കുന്നുണ്ട് എങ്കിൽ പോലും 3 ലിറ്റർ മാത്രമാണ് കേരളത്തിലെ എയർപോർട്ടുകളിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ള കാര്യം കൂടി വിമാനയാത്രക്കാർ ഓർക്കണം. അതായത് 24 മുതൽ 70% വരെ ആൽക്കഹോൾ അടങ്ങിയ മദ്യം വിമാനത്തിൽ പരമാവധി 5 ലിറ്റർ വരെ കൊണ്ടുവരാം. പക്ഷേ ആ സംസ്ഥാനത്തിൻ്റെ നിയമം കൂടി ബാധകമായിരിക്കണം. തമിഴ്നാട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് 5 ലിറ്റർ മദ്യം വരെ കൈവശം വെക്കാൻ സാധിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലെ ചെന്നൈയിലെ എയർപോർട്ടിലൊക്കെ ഇറങ്ങുന്നവർക്ക് 5 ലിറ്റർ കൊണ്ടുപോകാം. ആഭ്യന്തര വിമാനങ്ങളിൽ കൊണ്ടുപോകാവുന്ന കണക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ. അങ്ങനെ ആ ഒരു വ്യത്യാസം പ്രധാനമായും നമ്മൾ കാണണം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ. കൂടാതെ ഇത് ചെക്ക് ഇൻ ബാഗുകളിൽ കൊണ്ടുപോകണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഹാൻഡ് ബാഗിൽ ആൽക്കഹോൾ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് കൂടി വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർ ഓർക്കണം. ആഭ്യന്തര വിമാനങ്ങളിൽ ഹാൻഡ് ബാഗിൽ സമ്മതിക്കില്ല. ഡ്യൂട്ടി ഫ്രീ ഔട്ട്ലെറ്റിൽ നിന്ന് കുപ്പി വാങ്ങിയാലും അത് ചെക്ക് ഇൻ ബാഗിൽ തന്നെ വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ചെക്ക് ഇൻ കഴിഞ്ഞ് സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് മദ്യം വാങ്ങുന്നതെങ്കിൽ 1 ലിറ്റർ വരെ ഒറിജിനൽ പാക്കേജിങ്ങോടുകൂടി വേണമെങ്കിൽ ക്യാബിൻ ബാഗിൽ വെക്കാൻ ഉള്ള അനുമതി ചില എയർലൈൻസുകൾ, ആകാശ് എയറും ഇൻഡിഗോയും മറ്റും നൽകുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, പൊട്ടിച്ച കുപ്പികളുണ്ടല്ലോ, പൊട്ടിച്ച് കുറച്ചൊക്കെ അടിച്ചു തീർത്ത കുപ്പികൾ, അത് പകുതി തീർത്ത കുപ്പികൾ, അതായത് പൊട്ടിച്ച് 1-2 ബാഗെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം എന്നുള്ള കാര്യം നടക്കില്ല. കാരണം ഇത് വളരെ കൃത്യമായി തന്നെ നിങ്ങളുടെ കൈവശമുള്ള മദ്യക്കുപ്പികൾ തുറക്കാതെ സീൽ ചെയ്ത് ഒറിജിനൽ പാക്കിങ്ങിലായിരിക്കണം വിമാനത്തിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം കൂടിയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗിമ്മിക്സ് കാണിക്കാൻ പോയാൽ കൃത്യമായി തന്നെ ബാഗേജ് കൗണ്ടറുകളിലെ സ്ക്രീനിൽ തെളിയും. ആ മദ്യം അവർ പുറത്തെടുക്കും, അത് നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. അത് മാത്രമല്ല, ഈ മദ്യം മറ്റ് കുപ്പികളിലേക്ക് പകർന്ന്, പ്ലാസ്റ്റിക് കുപ്പികളിലേക്കൊന്നും പകർന്ന് വിമാനത്തിൽ കൊണ്ടുപോകാനുള്ള യാതൊരു തരത്തിലുള്ള സൗകര്യവുമില്ല. അങ്ങനെ ചെയ്താൽ അതും നിയമപരമായി ശരിയല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം ബിയറും വൈനും, നമുക്കറിയാം 70% വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബിയറും വൈനുമൊക്കെ 24% മാത്രം കണ്ടന്റുള്ള ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന മദ്യമാണ്. അതിൽ വ്യത്യസ്തമായ നിയമമുണ്ട്. ചെക്ക് ഇൻ ബാഗേജിൽ അളവിന് പരിധി ഇല്ലെങ്കിലും അധിക ബാഗേജ് നിരക്കുകൾ ഇതിന് ബാധകമാകും. അതുകൊണ്ട് 24% മുതൽ 70% വരെ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്ന മദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ബിയറും വൈനും പരിഗണിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. 70% ആൽക്കഹോളിൽ കൂടുതലുള്ള മദ്യത്തിലെ ആൽക്കഹോളിൻ്റെ സാന്നിധ്യം 70%-നും മുകളിലാണെങ്കിൽ അത്തരം മദ്യങ്ങൾ വിമാനത്തിൽ കൊണ്ടുപോകാൻ അനുവദനീയമല്ല. അതിനാൽ ബാഗിനുള്ളിൽ വെക്കുന്നതിന് മുൻപ് കുപ്പിയിലെ ABV പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതുമാത്രമല്ല, ആഭ്യന്തര വിമാനയാത്രകളിൽ ക്യാബിൻ ബാഗുകളിൽ ഡ്യൂട്ടി ഫ്രീ ആൽക്കഹോൾ കൊണ്ടുപോകാൻ സാധിക്കില്ല. ആഭ്യന്തര ടെർമിനലിൽ നിന്ന് വാങ്ങുന്ന മദ്യം ചെക്ക് ഇൻ ബാഗിലേക്ക് നിർബന്ധമായി മാറ്റണം എന്നുള്ള കാര്യം കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ വ്യത്യസ്തമായ നിയമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. വിമാനത്തിൽ വെച്ച് മദ്യം കഴിക്കാൻ പാടില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിബന്ധന കൂടിയുണ്ട്. നമ്മൾ ഈ ചെക്ക് ഇൻ ബാഗേജിലൊക്കെ കൊണ്ടുപോകുമ്പോൾ, ഹാൻഡിൽ കൊണ്ടുപോകുമ്പോൾ അത് കഴിക്കണമെന്നൊക്കെയുള്ള പ്രേരണ ഉണ്ടാകും. അന്താരാഷ്ട്ര വിമാന സർവീസുകളിലൊക്കെ മദ്യം നൽകുന്നുണ്ട്. അല്ലാതെ നമ്മുടെ കയ്യിലുള്ള മദ്യം ഒരു കാരണവശാലും കഴിക്കാൻ സാധിക്കില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് മാത്രമല്ല, ഈ കുപ്പികൾ പൊട്ടാനും മറ്റ് കേടുപാടുകൾ സംഭവിക്കാനൊന്നും പാടില്ല. അതിന് എയർലൈനുകൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഈ നിയമാവലിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് പായ്ക്ക് ചെയ്ത് സുരക്ഷിതമായി കൊണ്ട് കൂട്ടുകാർക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടി ഈ കൊണ്ടുവരുന്നവർക്ക് ഉണ്ടായിരിക്കണം എന്നതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യാന്തര അല്ലെങ്കിൽ ആഭ്യന്തര വിമാനയാത്രകളിലെ മദ്യം കൊണ്ടുപോകുന്നതിനുള്ള നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.